ഹലോ വെൽക്കം ടു മൈ ചാനൽ. കൂടുതൽ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് രണ്ടുപേരും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. ഒരു വിശേഷം പറയാനായിട്ട് സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാരും ഓടി ഓടി പോയിക്കോട്ടെ. അപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ കാലമായി നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ അത് തുടങ്ങുന്ന സമയത്തൊക്കെ അതായത് ഇയാൾക്കാണ് തുടങ്ങുന്ന യൂട്യൂബ് ചാനൽ. ഞാനാണ് ഷാനോടെ എപ്പോഴും നിർബന്ധം പിടിക്കാറ് യൂട്യൂബ് ചാനൽ വേണം തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്താറാ ചെയ്യാറ്. എനിക്ക് അത് ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ ഒരു പാതി സമ്മതം കൊടുത്തപ്പോ നമ്മള് അത് അപ്പൊ തുടങ്ങിയപ്പോ ഭയങ്കര ഇതുണ്ടായിരുന്നു. എന്തെങ്കില് തുടങ്ങിയ വഴിക്കാനെ ചോദിച്ചു നിങ്ങക്ക് മോട്ടിവേഷൻ അറിയാ എപ്പോഴാണ് പൈസ കിട്ടുന്നത്, ഓരോ കടമ്പകള്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഒന്നും റീച്ച് ഉണ്ടായിരുന്നില്ല. വീഡിയോസ് ഒന്നും റീച്ച് ഉണ്ടായിരുന്നില്ല, ഷോർട്സ് ആയിരുന്നു റീച്ച്. അതിന് ശേഷം ആദ്യം ഞാനും മോനും അമ്മമ്മയൊക്കെ ആയിട്ടായിരുന്നു ചിതർന്നെങ്കിലും പിന്നീട് ഞാൻ ഇതിലേക്ക് വലിച്ച് ശാലാണെ കൂടി കൊണ്ടുവരായിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു നമുക്ക് താല്പര്യമായി. അപ്പൊ ഞാൻ താല്പര്യപ്പെടുത്തി അത് ഞാനും അപ്പൊ അതിലേക്ക് വന്നു. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാവരും ചോദിച്ചു തുടങ്ങി എല്ലാ കാശ് കിട്ടുന്നത് കേട്ട് ഇതായി. അപ്പൊ ഞങ്ങൾക്ക് ഇന്നും സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് നമ്മള് എത്ര നാളായി നമ്മുടെ യൂട്യൂബ് ചാനൽ ശരിക്കും തുടങ്ങി? നമ്മൾ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. അതായത് 2024 നമ്മള് സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മിന്നു ഫാമിലി 1.0 എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ ആദ്യം തുടങ്ങിയിട്ടുണ്ടാവും. എന്നിട്ടും നമുക്കത് കുറെ നാൾ അതുപോലെ ഒരു വർഷമൊക്കെ ആയിട്ട് നമുക്ക് അതിനൊരു സംഭവം ഒരു കാര്യം ഇല്ല, ഒന്നും ആയില്ല. മടുത്തു സത്യം പറയാൻ. അപ്പോഴും കാണുന്നില്ല കേട്ടോ. അപ്പൊ ആകെ മടുത്തു, ആകെ എന്താ പറയാ, ഇതൊന്നും കാര്യം തോന്നിപ്പോയി. അവസാനം ഞങ്ങൾ വിചാരിച്ചു ഇനി രണ്ടും കൽപ്പിച്ചിട്ട്. അപ്പൊ ഇതിന്റെ കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അനിയത്തിയും ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവളും ഇതുപോലെ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങി. അപ്പൊ പിന്നെ നമ്മള് പറഞ്ഞു നമുക്കും ഒന്ന് സെക്കൻഡ് ചാനൽ തുടങ്ങി നോക്കാം. കാരണം ഇത് ഉള്ള ചാനല് മിന്നു ഫാമിലി 1.0 ഒരു രക്ഷയില്ല. അതിങ്ങനെ കോമഡി ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങള് മിന്നു ഫാമിലി 1.1 എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങി. പുതിയ ചാനൽ 2024 മെയില്. അപ്പൊ അത് തുടങ്ങി. ഞങ്ങക്ക് വീഡിയോസ് ഒന്നും ഒരു ഇപ്പോഴും ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നാലെ വലിച്ചു പിന്നീട് കൊണ്ടുവന്നു ഇതിലേക്ക് ഇട്ടു. കൂടെ അതാണ് ഞങ്ങളെ ഹസ്ബൻഡ് വൈഫായിട്ട് കുറെ കോമഡികൾ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഒരു 2-4 വീഡിയോസ് മില്യൺ കിട്ടി. ഒരു 8 മില്യൺ 6 മില്യൺ അങ്ങനെയൊക്കെ കിട്ടിയപ്പോ ഇത് 2 മില്യൺ ഒക്കെ ആയിട്ട് 3-4 വീഡിയോസ് റീച്ച് ആയപ്പോ അതായത് 3 മാസം കൊണ്ട് 90 ദിവസം കൊണ്ട് എത്രയാ 10 മില്യൺ. അപ്പൊ 10 മില്യൺ. അപ്പൊ അത് ഉള്ള കാരണം കൊണ്ട് അത് ഞങ്ങൾക്ക് കിട്ടിയപ്പോ ഞങ്ങൾക്ക് മോട്ടിവേഷൻ. അപ്പൊ അത് ഏറ്റവും ആദ്യം നിങ്ങളോട് പറയാനായിട്ട് ഞങ്ങൾ ഓടി വന്നത് കേട്ടോ. അതായത് നിങ്ങളോട് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വേണ്ടത്. അതായത് നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ഇല്ല. അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ സഹായം കൊണ്ട് ഇങ്ങനെ നമ്മളങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ട് മോട്ടിവേഷൻ ഷോർട്സ് ഇടാനായിട്ടും ഇപ്പോഴും വീഡിയോ റീച്ച് ഇല്ല. എല്ലാവരും വീഡിയോ കാണാൻ വീഡിയോകളാണ്, ലോങ് വീഡിയോകളാണ് ഇടണേ. ചിലപ്പോ ചെടിയുടെ ആയിരിക്കാം, ചിലപ്പോ വീട്ടിലെ വിശേഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തു പോകുന്നതൊക്കെ ആയിരിക്കാം ഇടണത്. അപ്പൊ അതൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഷോർട്സ് സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ അതിന്റെ സന്തോഷ വാർത്ത ഞങ്ങൾക്ക് പിന്ന് കിട്ടി. ആദ്യം 2 ദിവസമായപ്പോ ഗൂഗിൾ പിന്ന് കിട്ടി. ആ പിന്ന് കാട്ടിയോ ഇത് എങ്ങനെയാണ് കേട്ടോ ഒരു ഇതുപോലെ ലെറ്റർ വന്നത്. അപ്പൊ ഇത് അതിലും വലിയൊരു ഇരട്ടി സന്തോഷം. അപ്പൊ ഇരട്ടി സന്തോഷം. അപ്പൊ ഞങ്ങൾ പിന്നേക്ക് വെച്ചില്ല തന്നെ ഞങ്ങൾക്ക് സന്തോഷമായി. അപ്പൊ നിങ്ങളുടെ മുന്നില് അത് ആരും പറയണത് നിങ്ങൾ കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാടിലും പക്ഷെ നിങ്ങളൊപ്പം ഞങ്ങളെ നിർത്തിയത് കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഇത് പറയാനും ഞങ്ങൾക്ക് പറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യം വന്നത് കേട്ടോ.
അപ്പൊ ഈ പിന്നെ കിട്ടിയ സന്തോഷം പറയാനായിട്ട് ഞങ്ങൾ വന്നത്. അപ്പൊ ഒരുപാട് പ്രതിസന്ധികൾക്കുള്ളിലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടായത് കൊണ്ടാണ് ഇതൊക്കെ ഇതായിട്ട്. അപ്പൊ ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചു ആദ്യം ഷോർട്സ് ഇട്ടു കോമഡി, അതായത് കോമഡിയൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ പാട്ടിന്റെ രൂപത്തിലൊക്കെ ആയപ്പോ കുറച്ച് റീച്ചൊക്കെ വന്നു. അത് നിങ്ങളുടെ കാരണം കൊണ്ടാണ് അത് കിട്ടിയത്. അപ്പൊ ആ ഒരു സന്തോഷം പറയാനാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നത്. ആദ്യം കുറെ ആൾക്കാർ കളിയാക്കലും പരിഹാസങ്ങളും ഒക്കെ ഉണ്ട്. അടിച്ചു കാത്തി പോലെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ടാവണതാണ്. എന്നിരുന്നാലും അത് ഞങ്ങൾ സന്തോഷമായി. അതായത് ഞങ്ങളുടെ യൂട്യൂബിന്റെ ഓണറാണ് ഓണം. അപ്പൊ ഞാൻ കൊറേ കാലമായി ഞങ്ങളോട് പറയുന്നത് ഇപ്പൊന്നല്ല താല്പര്യം ഉണ്ടായിരുന്നില്ല. വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സമയം വരെ എത്തിയപ്പോ കൊച്ചൊക്കെ കഴിഞ്ഞ് ആള് പതുക്കെ പിടിച്ചു വലിച്ചു തുടങ്ങിയപ്പോ എനിക്കും ഒരു എന്റർടൈൻമെന്റ് ആയി തോന്നി. അപ്പൊ അങ്ങനെ വീണ്ടും ഞങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾക്ക് പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഞങ്ങൾ വന്ന സമയത്തൊന്നും ഇതിന് സെറ്റിങ്സോ ഒരു കാര്യങ്ങളും ഒന്നും അറിയില്ല. വെറുതെ ഞങ്ങൾ ഓരോ ആൾക്കാരുള്ള വീഡിയോകൾ നോക്കി കണ്ട് ഓരോന്ന് സെറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് തുടങ്ങിയത്. വീഡിയോസ് ഇട്ടവളും റീച്ച് ഇല്ലാണ്ട് ഇങ്ങനെ ഒരു മന്ദഗതിയിലാണ് നിങ്ങൾ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ മുമ്പിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതുപോലെയൊക്കെ വരാം. നമ്മള് ആരും തളർത്താതെ ഏത് പ്രതിസന്ധിയിലും നമ്മൾ തളരാതെ എപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലൊക്കെ ഒരു അനുഭവം കിട്ടും. എന്തായാലും നമ്മളെന്താ പറയാ അധ്വാനിച്ചൊരു ഫലം കിട്ടും. നമ്മളൊക്കെ വീഡിയോ യൂട്യൂബിൽ തുടങ്ങുന്ന സമയത്ത് എല്ലാരും ഞങ്ങൾക്ക് മോട്ടിവേഷൻ ആയി എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ഞങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷപ്പെട്ടാണ്. അതായത് അതുപോലെ അപ്പൊ ഞങ്ങളുടെ മനസ്സിൽ കുറെ ഒക്കെ ഇടുമ്പോ ഞങ്ങൾക്ക് വ്യൂസ് ഇല്ലാണ്ടാവും ചോദിക്കുമ്പോ ഭയങ്കര അങ്ങനെ എന്നാലും നമ്മള് നിർത്തില്ല. ഒരു ദിവസം പോലും നമ്മള് ഇടാണ്ടിരിക്കില്ല. കാരണം ഇതിന് ഏറ്റവും വലിയൊരു കാര്യം നിർത്താതെ നമ്മൾ ഇട്ടോണ്ടിരിക്കണം. ഞങ്ങൾ ആശുപത്രിയില് ഞാൻ അഡ്മിറ്റായി, മോന് അഡ്മിറ്റായിട്ട് പോലും ഞങ്ങള് വീഡിയോസുകൾ ആശുപത്രിയിൽ നിന്ന് വരെ ചെയ്തിട്ടുണ്ട്. സംഭവം ഉണ്ടായില്ല. അതിന് നമുക്ക് എടുക്കാനായിട്ട് നമ്മുടെ ഉണ്ടായിട്ടുണ്ട്. വീഡിയോസ് ഫോണിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മള് അപ്പൊ പോലും നമ്മൾ നിർത്താണ്ട് ഇട്ടേർന്നു ഉദ്ദേശിച്ചത്. അതായത് ആശുപത്രിയിലെ പോലും വീഡിയോസുകൾ ഞങ്ങൾ എടുത്തിട്ട് സമയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പടിപടിയായി നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ഇതുകൊണ്ട്. അല്ലാണ്ട് നമ്മള് 2 ദിവസം ഇട്ടു അല്ലെങ്കിൽ ഒരാഴ്ച ഇട്ടു എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് നമ്മള് മുടങ്ങാതെ വീഡിയോ ഇടുമ്പോഴാണ് അല്ലെങ്കിൽ അത് യൂട്യൂബിന് ഭയങ്കര ക്ഷീണമായിരിക്കും. അതെ. അപ്പൊ ഞങ്ങൾക്ക് ഇത് ഒരു 2-4 വീഡിയോ ആണ് ഞങ്ങൾക്ക് 8 മില്യൺ കിട്ടിയപ്പോ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും. നമുക്ക് ഒന്ന് നമ്മൾ റീച്ച് ആയില്ല. പലവരുടെ വീഡിയോകളും പലവരുടെ വീഡിയോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു. അതായത് അവർക്ക് യൂട്യൂബിൽ വരുമാനം വന്നു, പിന്നെ വന്നു, മോട്ടിവേഷൻ ആയി, ഭയങ്കര ഇതായിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടുമോ? അപ്പൊ ലാസ്റ്റ് പറയും നമുക്കൊന്നും കിട്ടാൻ പോണില്ല എന്ന് പറയും. അപ്പൊ ഞാൻ കിട്ടാൻ പോണില്ല പറയും. അത് കിട്ടും. ഞാൻ മടി പിടിച്ചു നിർത്താന്നൊക്കെ പറയും. എന്നാലും നമ്മള് കളരാതെ ഇതുപോലെ നമ്മൾ പിടിച്ചു നിൽക്കണം. എത്ര ഇതായാലും നമ്മൾ പോലും മുടങ്ങാതെ ഞങ്ങളിവിടെ ഇടുന്നത് ഞായറാഴ്ചകളിലാണ്. ഞങ്ങള് പക്ഷെ എല്ലാരും വീഡിയോ നമ്മൾ ഇതുപോലെ അവര് പറയുമ്പോ ഞങ്ങൾക്ക് മോണിറ്റേഷൻ ആയി അങ്ങനെ പറയുമ്പോ ഞങ്ങൾ ആലോചിക്കും ഇതുപോലെ മോണിറ്റേഷൻ ആയിട്ട് ഞങ്ങളും ഇതുപോലെ ഉണ്ടാവോ എന്നൊക്കെ ഞങ്ങൾ ആലോചിക്കും. അപ്പൊ ദൈവകൃപ കൊണ്ട് അത് സാധിച്ചു. അത് മാത്രം നിങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഒപ്പം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടാനായിട്ട്. കാരണം അത് ഒരുപാട് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിത് കിട്ടാനായിട്ട് കാരണം.
അപ്പൊ ആ സന്തോഷം നിങ്ങളെ അറിയിക്കാനായിട്ട് വന്നത്. അപ്പൊ എല്ലാരും ഇതുപോലെ ഷോർട്സ് ഒക്കെ മുടങ്ങാതെ അതുപോലെ കൃത്യനിഷ്ഠ പാലിക്കണം. ഏതോ സമയത്ത് നമ്മൾ ഒരു സമയം കീപ്പ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ സമയം മാറി ഇപ്പം കാലത്ത് കിടന്നെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ച് ദിവസം റീച്ച് ഇല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചക്ക് ഇട്ടു. അപ്പൊ ഉച്ചക്ക് ഇട്ടാലും മാറിപ്പോയി രാത്രി ഇട്ടു. പാടില്ല. ഒരേ സമയം ഞങ്ങൾ കാലത്ത് 8 മണിക്ക് ഇടും. പിന്നെ വൈകുന്നേരം ഇട്ടിരുന്നു. ഇപ്പൊ ഞങ്ങൾ കുറച്ച് ഇടാറില്ല. ഒരു ദിവസത്തിൽ 2 വട്ടം കിട്ടണമെന്ന് വിചാരിക്കാറുണ്ട്. പറ്റാറില്ല. എങ്കിലും ദിവസത്തിൽ ഒന്ന് നമ്മൾ എന്തായാലും ഇടും. അത് നമ്മുടെ കാലത്ത് 8 മണിക്കാണ് ഇടാറ് അല്ലെ? അത് അപ്ലോഡ് വെക്കാറില്ലേ? രാത്രി ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 8 മണിയാകുമ്പോ അത് എന്ത് നമ്മൾ തിരക്കാവും. പിറ്റേ ദിവസം ചിലപ്പോൾ നമുക്ക് അറിയില്ല. കാലത്ത് പോണ തിരക്കിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്കൊന്നും അറിഞ്ഞൂടാ. അപ്പൊ നമ്മുടെ തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഫോണിൽ വെക്കാറുണ്ട്. സമയം സെറ്റാക്കി പിന്നെ ആ സമയത്തിൽ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എവിടെയാണെങ്കിലും എവിടെ സ്ഥലത്ത് നിൽക്കാൻ വെച്ചാലും അത് തന്നെ ആയിക്കോളും. അപ്പൊ നമ്മളെ പറഞ്ഞു വന്നത് ഇത് ആളൊരു ചാനലിന് അന്നെ നിർബന്ധിച്ചു കൊടുക്കുന്ന ആളൊരു ചാനല്. അപ്പൊ എനിക്ക് ചാനൽ തുടങ്ങുന്ന പറഞ്ഞപ്പോ ഞാൻ വേണ്ട, അതിനൊന്നും ആവശ്യമില്ല, എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ മൂളി തുടങ്ങിക്കോ. അപ്പൊ ആ കാലഘട്ടത്തില് അമ്മാമ്മ, അതായത് എന്റെ അമ്മ ഷെറിൻ മക്കളൊക്കെ കൂടിയിട്ടായിരുന്നു ഞാൻ വീഡിയോസുകളും പലതും ഇടുക. അപ്പൊ കണ്ടോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമ്പോ ഞാൻ എന്റെ പതിയെ ഇതിലോട്ട് ഞാൻ വന്നു. വരാൻ ഭയങ്കര മടിയായിരുന്നു. താല്പര്യം ഒട്ടുണ്ടാവുന്നില്ല. ഞാൻ പിന്നെ പിടിച്ച് പറഞ്ഞ് ഇത് ഇടാൻ പോലും എന്താ പറയാ, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോലും ആൾക്ക് ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. അപ്പൊ കൊറേ പറഞ്ഞു, എന്നിട്ടും ഉണ്ടാകുന്നില്ല. അവസാനം നോക്കിയപ്പോ അനിയത്തി തുടങ്ങി. അപ്പൊ അനിയത്തി തുടങ്ങിയപ്പം ഞാൻ പറഞ്ഞു കണ്ടോ എല്ലാവരും തുടങ്ങിയത്, അനിയത്തി തുടങ്ങി, എല്ലാവരും തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഷായണ്ടൊപ്പം നിന്നു. അപ്പൊ പിന്നെ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്റെ ഇഷ്ടത്തിന് എനിക്ക് എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. പിന്നീട് ആളാഗ്രഹങ്ങളില് നമുക്ക് വീട്ടിലിരിക്കാനും ഞാനൊരു ഹൗസ് വൈഫിന് അതായത് പണികളൊക്കെ കഴിഞ്ഞോ ഒഴിവുള്ള സമയങ്ങള് അവരേതായ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നമ്മൾ പറയും അത് വേണ്ട ഇത് വേണ്ട, അപ്പൊ അവർക്കൊരു എന്റർടൈൻമെന്റും കൂടി ഇതിലായി. അപ്പൊ ആത്മാർത്ഥതയോടുകൂടി ഇതില് ആൾക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ് ഇത് കിട്ടാൻ. അല്ലാതെ എനിക്കുള്ളതല്ല, ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്തു. പിന്നെ നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ ഓരോരുത്തരും എല്ലാവരും നല്ല സപ്പോർട്ട് കട്ടയ്ക്ക് ഞങ്ങളുടെ കൂടെ നിന്നിട്ടാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് അവർക്കും ഇതുപോലെ തന്നെ ആരും ടെൻഷൻ ആര് പറഞ്ഞാലും അതിനൊന്നും ചെവി കൊടുക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ രീതിയിലെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കും ഒരു ദിവസം വരും. നമ്മളൊക്കെ വിചാരിച്ചത് നമുക്ക് ഒന്നും കിട്ടില്ലാണ്. പക്ഷെ അന്നിരുന്നാലും ഇത് നമ്മുടെ ദിവസം വന്നു. അപ്പൊ അത് നിങ്ങൾക്ക് പങ്കുവെക്കില്ല. പല ഇതിലും കണ്ടിട്ട് നമ്മള് അവര് തുടങ്ങിയപ്പോ അവർക്ക് പ്രതിസന്ധികൾ അങ്ങനെ ഞങ്ങൾക്ക് വേറെ വീടുകൾ പരമായിട്ടൊരു പ്രതിസന്ധികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പല ആൾക്കാരും ചോദിക്കും അതായത് ഗൾഫുകാരൻ നാട്ടിലോട്ട് വരുമ്പോൾ ചോദ്യം ഉണ്ടല്ലോ, എന്നാ തിരിച്ചു പോണേന്ന്. അതേ ചോദ്യം തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നായില്ലേ, അതായത് മോട്ടിവേഷൻ ആയില്ലേ. അത് ചോദ്യങ്ങൾ കേട്ട് ഞങ്ങൾ മടുത്തു. എന്നാലും അതിലൊന്നും തളരാതെ നമ്മള് പ്രവർത്തിച്ചു. ഞാൻ പ്രവർത്തിച്ചില്ല, ആള് പ്രവർത്തിച്ച എല്ലാ ദിവസവും നമ്മൾ എടുക്കില്ല. അതായത് ഒരു ദിവസം എടുക്കും പറയും ഒരെണ്ണം മതി, അങ്ങനെ ഞാൻ പോകും. ഒരു മുടക്ക ദിവസം, അതിപ്പോ സൺഡേ ആണ്, എന്തെങ്കിലും ഒരു മുടക്ക ദിവസം ആയിരിക്കാം. ആ ദിവസം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വേഗം പണികളൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാനാവും നോക്കാം. അപ്പൊ ഞാൻ കുത്തി എഴുന്നേൽപ്പിക്കും. എന്നിട്ട് വേഗം ഇതുപോലെ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തു വെക്കും. അതാണ് ഇങ്ങനെ എല്ലാ ദിവസവും നമ്മള് മുടങ്ങാതെ ഇടാനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മളെ കുട്ടിപ്പാട്ടാളങ്ങളൊക്കെ അവിടെ ഇല്ല, അവർക്ക് വാട നമുക്കൊരു വീഡിയോ നമുക്ക് നമ്മുടെ ഫാമിലി അവർക്ക് ചമ്മല്. പിന്നെ അമ്മ ഇല്ലാട്ടോ ഇവിടെ. നമ്മളും
പറയുന്നത് ശരിയായൊന്നും അറിയില്ല, മാത്രം അങ്ങോട്ട് ശരിയായി അറിയില്ല കേട്ടാ. അപ്പൊ നമ്മള് ഈ ഒരു സന്തോഷം നിങ്ങളുടെ മുന്നിൽ അറിയിക്കാനാണ് വന്നത്. പണ്ട് വരുന്ന ഒരു വീഡിയോ ആയി നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ അറിയാൻ പറ്റും. യൂട്യൂബ് വരുമാനം വരുമല്ലോ, നമ്മള് വീണ്ടും നിങ്ങളുടെ മുന്നിൽ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും എങ്ങനെയാണ് എന്താണ് സെഡ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പൊ ഞങ്ങളോട് സഹായിച്ച എല്ലാവർക്കും ഇതുപോലെ തന്നെ ഇനി തുടർന്ന് അതുപോലെ നമ്മളോട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത പലരും എടുത്തു പറയാനായിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ പറയാത്തത് അത്രയും ഞങ്ങളെ ഒരുപാട് എല്ലാവരും. അതുപോലെ തന്നെ നമ്മളെ എല്ലാ സബ്സ്ക്രൈബേഴ്സും നമുക്ക് വലിയ ലൈവിലായാലും വീഡിയോസിലായാലും നല്ല സപ്പോർട്ടാണ്. അതെ, കുറെ നാളായിട്ട് ഇപ്പൊ ലൈവ് ചെയ്യാൻ. അല്ല, അപ്പൊ ഈ സന്തോഷം നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പറയാനായിട്ട് ഞങ്ങൾ ഓടി വന്നു. അപ്പൊ നന്ദിയുണ്ട്. ഇതുപോലെ തന്നെ തിരിച്ചും ഞങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ തിരിച്ചും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരുമിച്ച് മുന്നോട്ട് പോവാം. ഇനി അത് മാത്രമല്ല, ഞാൻ വീഡിയോ ഇടുമ്പോ നമ്മളെല്ലാരും കാണാം. അപ്പൊ തൊട്ട് സെറ്റ് കാര്യങ്ങള് ഞങ്ങള് അതെ. അപ്പൊ ഒരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വരും. അതായത് പുതിയ വീഡിയോയുമായി വരുന്നതാണ് ഇതിനെ കുറിച്ച് നമുക്ക് അപ്പൊ തീർച്ചയായും നിങ്ങൾ ആരും തടയുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആരും എന്താ പറയാ ടെൻഷൻ ആവണ്ട. നമ്മുടെ ഫാമിലിയിൽ ആരും ടെൻഷൻ ആവും. എല്ലാവർക്കും മോട്ടിവേഷൻ നമ്മൾ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി ദിവസം വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ കുറെ നാൾ കഴിഞ്ഞാൽ തെരഞ്ഞു പോകുന്ന സമയമാണ്. നമ്മൾ കുറെ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടാണ് നമ്മളിത് കൊണ്ട് ചെല്ലണം. ആ സമയത്ത് നമ്മൾ നിരാശരായി മടങ്ങാണ്ട് അത് മുന്നോട്ട് ഊർജ്ജത്തോടുകൂടി മുന്നോട്ട് പോയാൽ നോക്കി കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മോട്ടിവേഷൻ ആവും. മോട്ടിവേഷൻ ആവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. പിന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്ന വരെ എല്ലാവർക്കും ബൈ.